ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് ടി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഹലോ മമ്മി. സ്നേഹിച്ച് കൊതി തരും മുമ്പ് അകലങ്ങളിൽ വിട്ടുപോയവരെ നമുക്ക് കാണാനും തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാകും. മക്കളെ സ്നേഹിച്ചു തീരാത്ത അമ്മമാരുടെ ആത്മാവിൻ്റെ കഥയാണ് വൈശാഖ് ഏലിയാസ് സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ചിത്രം ഹലോ മമ്മി പറയുന്നത്. ഇതിൻ്റെ അകത്ത് ശംസുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി ഏറെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ ഹലോ മമ്മി ഒരേ സമയം പേടിപ്പിക്കുകയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ജോണറുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹൊറർ ഹാസ്യ ജോണറാണ്. ഈ മലയാള സിനിമകളിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് ഇറങ്ങിയിരിക്കുന്ന രോമാഞ്ചാണ്. അപ്പോൾ അധികം ഇങ്ങനെ ഒരു ജോണറുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിലുള്ള അറ്റൻഡ് തന്നെയാണ് സംവിധായകൻ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ചിത്രം വളരെയേറെ ഫസ്റ്റ് ഹാഫിൽ വളരെയേറെ നല്ല രീതിയിൽ പോയൊരു ചിത്രം തന്നെയാണ്. മാത്രമല്ല ഈ ചിത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുതിർന്നവരെ പോലെ തന്നെ അങ്ങനെ കുട്ടികൾക്കും ഇഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ളൊരു ചിത്രം തന്നെയാണിത്. പിന്നെ പറയാനാണെങ്കിൽ ഹലോ മമ്മി പതിയെ തുടങ്ങി ഫസ്റ്റ് ഹാഫാണ്. പതിക്ക് മുമ്പ് തന്നെ പ്രേക്ഷകരെ ഹലോ മമ്മിയിലെ ആവേശം ജനിപ്പിക്കാൻ തിരക്കഥാകൃത്തായ സാൻഡോ ജോസഫിനും സംവിധാനം സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒപ്പം ആകാംക്ഷയെ നമ്മളെ ജനിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജിഗ്സ് ബിജോയാണ്. ബിജോയ് വലിയ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത രീതിയിൽ പുള്ളിയുള്ള സംഗീതം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ പലപ്പോഴും കഥയുടെ ഉള്ളിലേക്ക് പ്രേക്ഷകരെ തള്ളിവിടാൻ ഈ സംഗീതത്തിന് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഹലോ മമ്മിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയാനാണെങ്കിൽ സാധാരണ ഒരു ഹോളിവുഡ് പടത്തിലെ പോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയൊരു ക്ലൈമാക്സ് ആയിരുന്നു. അതെനിക്ക് അത്ര ഒരു വലിയൊരു എലമെൻ്റ് ആയിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ പറയാനാണെങ്കിൽ നല്ല എൻഗേജിങ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആവശ്യമുള്ള ചേരുവകളും ഒക്കെ ഹലോ മമ്മിയിൽ സംവിധായകൻ ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളൊക്കെ പ്രേക്ഷകരെ നല്ല രീതിയിൽ ആർത്ത് ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ സംശുദ്ദീൻ്റെ കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈശാഖ് ഏലിയാസിൻ്റെ ആദ്യ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം ഈ ഒരു ജോണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ജോണറാണ്. കാരണം ഇതിൽ കോമഡികൾ വർക്കൗട്ട് ആയില്ലെങ്കിൽ പിടിച്ചിങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയ രോമാഞ്ചമുള്ള മൂവിയൊക്കെ കണ്ട് മനസ്സിലാക്കിയുള്ള കാര്യമാണ്. ഇതിലെ ഹൊററും പോലെ തന്നെ കോമഡിയും വർക്കൗട്ട് ആയില്ലെങ്കിൽ പടം നില പൊട്ടും. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പുള്ളിയുടെ സംവിധാനം കൊണ്ട് അതിനെ മറികടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സിജോ ജോസഫാണ്. ഇത് സാധാരണ ഫാമിലി ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുട്ടികളായിട്ടുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ എൻഗേജിങ് ഉള്ള പാടായിട്ട് തന്നെ എനിക്കിത് ഫീൽ ചെയ്തു. പിന്നെ ഐശ്വര്യലക്ഷ്മി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളിക്കാരി ഇതിൻ്റെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു സാങ്കല്പിക കഥകളാണെങ്കിലും ഈ ഒരു ജോണറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ ടൈമേ നമ്മളെ പേടിപ്പിക്കാനും ഇതിന് പറ്റും, അതേപോലെ തന്നെ ചിന്തിപ്പിക്കാനും പറ്റും, ചിരിപ്പിക്കാനും പറ്റും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോഴേക്കും സംവിധാനം ഈ സിനിമ വളരെ വിജയമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ചോദിക്കാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഒരു തൃപ്തികരമായിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫ് തോന്നിയില്ലെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫിൽ അത്ര ഒരു ഇതുണ്ടാക്കില്ല. പിന്നെ ക്ലൈമാക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ടിപ്പിക്കൽ പ്രേതപടം എങ്ങനെയാണോ അതുപോലെ തന്നെ എൻഡ് ചെയ്യാനായിട്ട് സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. അതൊന്ന് വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു സിനിമ വേറൊരു ലെവലിലോട്ടാകും. എന്ന് പറഞ്ഞ് ക്ലൈമാക്സ് മോശമാണെന്നോർത്ത് സിനിമ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഉള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നല്ല ഹൊറർ എലമെൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ബിന്ദു പണിക്കർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംശുദ്ദീൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. എനിക്കങ്ങനെ അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. എന്താണേലും നല്ല കോമഡിയും
കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജോണർ സിനിമകൾ അങ്ങനെ അധികം നമ്മുടെ മലയാള സിനിമ ഇല്ലാത്തതുകൊണ്ടും ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ്. ഇനി ഇത് ആരൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ചിരിക്കണം അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്ന ആർക്കും ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാമെന്നാണ് ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. പക്ഷെ അങ്ങനെ ഹൈ എക്സ്പെക്റ്റേഷനായിട്ടൊന്നും ചെല്ലരുത്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വൺ ലൈഫ്, വൺ ഡ്രീം, വൺ ഫാഷൻ. താങ്ക് യു.